ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് ഉണ്ണിയുടെ കണ്ണിൽ പെടാതെ സാഗർ ഒഴിഞ്ഞുമാറി നടക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ ഉണ്ണിയുടെ മുന്നിൽ അകപ്പെട്ട് പോവാണ് സാഗർ. തുടർന്ന് മഹാലക്ഷ്മിയും സാഗറും തമ്മിൽ ഇപ്പോഴും ഇടപാടുണ്ടെന്നും മഹാലക്ഷ്മി കൂടി അറിഞ്ഞിട്ടാണ് സാഗറിനെ അവിടെ ജോലിക്കെടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് സാഗറിനെയും മഹാലക്ഷ്മിയും ചേർത്ത് അപവാദം പറയുന്നുണ്ട് ഉണ്ണി. തോമസ് സാറിൻ്റെ ഹോസ്പിറ്റലിലെ ഡ്രൈവർ ജോലി പോയതോടെ ഞാനും മഞ്ജുവും ചെറിയ ജോലികൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെന്നും കമലേശ്വരം കൺസ്ട്രക്ഷൻ സൈറ്റ് ആണെന്ന് അറിയാതെയാണ് ഇവിടെ മേക്കാട് പണിക്ക് വന്നത് എന്നെല്ലാം സാഗർ പറയുന്നുണ്ടെങ്കിലും വീണ്ടും ഉണ്ണി സാഗറിനെയും മഹാലക്ഷ്മിയും ചേർത്ത് അപവാദം പറയുന്നു. തുടർന്ന് മഹിക്ക് വല്ലാത്ത വിഷമത്തോടെയാണെങ്കിലും സാഗറിനെ സൈറ്റിൽ നിന്നും പറഞ്ഞു വിടേണ്ടി വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം മഹി കണ്ണൻ്റെ അടുത്ത് നിന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം കണ്ണൻ പറയുന്നുണ്ട്, മേക്കാട് പണിക്ക് വന്ന് സാഗറിനെ പറഞ്ഞു വിടേണ്ടിയിരുന്നില്ല, എന്തായാലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനല്ലേ അവൻ വന്നത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഞാനും വളരെയധികം വിഷമത്തോടു കൂടി തന്നെയാണ് സാഗറിനെ പറഞ്ഞു വിട്ടത്. ഉണ്ണി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വേറെ വഴിയില്ലായിരുന്നു. എന്നാലും മഞ്ജുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുക കണ്ണേട്ടാ. എങ്ങനെ കഴിയേണ്ട കുട്ടിയാണ് നമുക്ക് എന്നെല്ലാം മഹി പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മഹി? അവളായിട്ട് തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്തതല്ലേ. അവന് മറ്റു വല്ല സൈറ്റിലും ജോലി കിട്ടുമായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് വീട്ടിൽ തിരിച്ചെത്തുന്ന സാഗറാണെങ്കിൽ തൻ്റെ ജോലി പോയ കാര്യമൊക്കെ മഞ്ജുവിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് സാഗർ തനിക്ക് വേണ്ടി ഇത്രയ്ക്കും കട്ടിപ്പണിയാണ് ചെയ്തിരുന്നത്, അതായത് കമലേശ്വരം കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെ ഒരു തൊഴിലാളിയായിട്ട് പോയിരുന്നു, അവിടെ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ മഞ്ജു ആ സമയത്താണ് അറിയുന്നത്. അപ്പോൾ മഞ്ജുവിന് അത് കേട്ട് വല്ലാതെ വിഷമാവുന്നുണ്ട്. തുടർന്ന് സാഗർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മഞ്ജു, നമ്മൾ പുറത്തിറങ്ങുന്നത് നോക്കി കഴുകൻ കണ്ണുകളുമായിട്ട് കാത്തിരിക്കുകയാണ് മേഘനും മഞ്ജുവിൻ്റെ ഏട്ടനുമൊക്കെ. അവർ നമ്മളെ എങ്ങനെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ എന്തായാലും സാഗരേട്ടൻ ഇത്രയൊക്കെ കട്ടിപ്പണിയൊന്നും ചെയ്യണ്ട, തൽക്കാലം എനിക്കൊരു ജോലിയുണ്ടല്ലോ, നമുക്ക് പിടിച്ചു നിൽക്കാൻ അത് മതി, അവിടെ നിന്ന് എന്നെ ആർക്കും ഇറക്കി വിടാൻ കഴിയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാഗറിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. പിറ്റേന്ന് മഞ്ജു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് എത്തുന്നു. മേഘനാണെങ്കിൽ മഞ്ജുവിൻ്റെ ജോലി തെറിപ്പിക്കണം, അവളെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തണം എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി ടെക്സ്റ്റൈൽസിലെത്തുന്നു. അങ്ങനെ മേഘൻ വരുന്നുണ്ട് എന്ന് കൂട്ടുകാരിയിൽ നിന്നും അറിയുന്ന മഞ്ജു ആണെങ്കിൽ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. തുടർന്ന് മഞ്ജുവിനോടായിട്ട് മേഘൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞ് നിന്നെ ഇങ്ങനെ ഇവിടെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നിപ്പോവാ മോളെ. ഭാര്യ അധ്വാനിച്ച് ഭർത്താവിന് ചെലവ് കൊടുക്കേണ്ട അവസ്ഥ ആയി അല്ലേ. തുടർന്ന് എല്ലാവരോടായിട്ട് മേഘൻ മഞ്ജുവിനെ നാണം കെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവള് ജീവിക്കാൻ വേണ്ടിയൊന്നുമല്ല, ആണുങ്ങളെ കറക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ മേഘൻ അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഞ്ജു ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. മേഘനെ കണക്കിന് കൊടുത്താണ് വിടുന്നത്. തുടർന്ന് മേഘൻ നേരെ മാനേജറുടെ മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇത് കാണുന്ന മഞ്ജുവിന് വല്ലാതെ ഭയമാവുന്നുണ്ട്. മാനേജറെ ആണെങ്കിൽ മേഘന് നേരത്തെ പരിചയമുണ്ട്. തുടർന്ന് മാനേജറോടായിട്ട് മേഘൻ പറയുന്നുണ്ട്, ഇവിടുത്തെ സ്റ്റാഫിനെ കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെയാണോ അവരെ ഇവിടെ ജോലിക്ക് എടുക്കുന്നത്? ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള സെയിൽസ് ഗേളില്ലേ മഞ്ജു, അവൾ എൻ്റെ ഭാര്യയായിരുന്നു, പക്ഷേ മറ്റൊരുത്തനെ കണ്ടപ്പോൾ അവൾ അയാളോടൊപ്പം പോയി. അവനാണെങ്കിൽ കഞ്ചാവ് കേസിലെ പ്രതിയാണ്. എങ്ങനെ ഒരാളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്ഥാപനത്തിന് തന്നെയാണ് നാണക്കേട്. പോലീസ് ഇവിടെ കയറിയിറങ്ങും എന്നൊക്കെ മേഘൻ ഇങ്ങനെ മഞ്ജുവിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാനേജറാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം. എന്തായാലും മഞ്ജുവിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ തന്നെ തീരുമാനിക്കുന്നു. ശേഷം കാണിക്കുന്നത് മേഘൻ ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നത്തോടെ അവളുടെ ചീട്ട് കീറും മോനെ. മാനേജറോട് ഞാൻ അവളെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അയാൾ അവളെ ഇന്ന് തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടും. പിന്നെ കഞ്ചാവ് കേസിൽ പ്രതിയായ സാഗറിന് എന്തായാലും കോടതിയിൽ നിന്നൊന്നും ജാമ്യം കിട്ടില്ല, കോടതി അവനെ ശിക്ഷിക്കും. അവൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ മഞ്ജുവിനെ പിന്നെ ആരും ആശ്രയം ഉണ്ടാവില്ല. മഞ്ജു തിരികെ എൻ്റെ അടുത്ത് തന്നെ എത്തും, അതിനിനി വലിയ താമസമില്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് ഉണ്ണിയും മേഘനും കൂടി. അങ്ങനെ ഉണ്ണി കാരണം സാഗറിൻ്റെയും മേഘൻ കാരണം മഞ്ജുവിൻ്റെയും ജോലി നഷ്ടപ്പെടുന്നു. ഇനി വേറെ എവിടെ ജോലി കിട്ടിയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നാലോചിച്ച് അവർ രണ്ടുപേരും വിഷമിക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ വാടക കൊടുക്കണം, അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങണം, അതിനെല്ലാം എന്താലോചിക്കും, എന്ത് ചെയ്യും, എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന് ആലോചിച്ച് രണ്ടുപേരും വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം മഞ്ജു ഒരു കാര്യം സാഗറിനോട് പറയുന്നുണ്ട്, സാഗരേട്ടൻ എന്തിനാ ഇങ്ങനെ കട്ടിപ്പണിയൊക്കെ ചെയ്ത് കഷ്ടപ്പെടുന്നത്? മേഘൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എൻ്റെ കണ്ണേട്ടൻ്റെ അതേ വാശി തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. ആരുടെ മുന്നിലും നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല.
സാഗരേട്ടൻ്റെ വളയം പിടിക്കാൻ അറിയാലോ. സാഗരേട്ടൻ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഒരു കാറ് വാങ്ങിക്കണം, അത് ഓടിക്കണം. അങ്ങനെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. പിന്നെ നമുക്ക് ആരെയും പേടിക്കേണ്ട, ആരും നമ്മളെ ജോലിയിൽ നിന്നും ഇറക്കി വിടുമെന്ന് പേടിക്കേണ്ട ആവശ്യവുമില്ല എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ, സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിലും അത് വാങ്ങാനുള്ള പണം വേണ്ടേ മഞ്ജു എന്ന് സാഗർ ചോദിക്കുമ്പോൾ, ബാങ്ക് ലോക്കറിൽ എൻ്റെ ഗോൾഡ് ഇരിപ്പുണ്ട്, അതെടുത്ത് വിൽക്കുകയോ പണം വയ്ക്കുകയോ ചെയ്യാമെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ, അത് വേണ്ട മഞ്ജു, അത് മഞ്ജുവിന് കല്യാണത്തിന് ഏട്ടത്തി തന്നതല്ലേ എന്നെല്ലാം സാഗർ ചോദിക്കുമ്പോൾ, അതൊന്നും ഓർത്ത് സാഗരേട്ടൻ വിഷമിക്കണ്ട, ഞാൻ നോക്കിയിട്ട് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ ഒരൊറ്റ വഴിയുള്ളൂ എന്ന് പറഞ്ഞ് മഞ്ജു നിർബന്ധിക്കുമ്പോൾ സാഗറും ഒടുവിൽ അതിന് സമ്മതം മൂളുന്നു. അങ്ങനെ മഞ്ജുവിൻ്റെ ആഭരണങ്ങൾ പണയം വെച്ച് സാഗർ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് സാഗറും മഞ്ജുവും. ഇതറിയുന്ന മേഘനും ഉണ്ണിയാണെങ്കിൽ ശരിക്കും ഞെട്ടുന്നുണ്ട്. കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. സാഗറിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം അവരൊരിക്കലും ഉണ്ടാവുമെന്ന് കരുതിയില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ സാഗർ ചിലപ്പോൾ മഞ്ജുവിനെ ഉപേക്ഷിച്ച് പോകും, അല്ലെങ്കിൽ സാഗറിനെ ജയിലിലേക്ക് കോടതി ശിക്ഷിക്കും. അപ്പോൾ തൻ്റെ കൺമുന്നിൽ അഭയം പ്രാപിക്കേണ്ടി വരും മഞ്ജുവിനെ എന്നൊക്കെയാണ് മേഘൻ കരുതിയതെന്ന്. അങ്ങനെ അവരുടെ ആ പ്രതീക്ഷകളെല്ലാം തകർന്നടിയുന്ന കാര്യങ്ങളാണ് കേട്ടോ സംഭവിക്കുന്നത്. അങ്ങനെ സാഗറിനാണെങ്കിൽ തിരക്കേടില്ലാത്ത ഓട്ടോ ഒക്കെ കിട്ടുന്നുണ്ട്. അവർ സ്വന്തം കാലിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇതറിയുന്ന കണ്ണനും മഹാലക്ഷ്മിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ കണ്ണൻ മഹിയോടായിട്ട് പറയുന്നുണ്ട്, സാഗർ നമ്മൾ കരുതിയതുപോലെയൊന്നും അല്ലെന്ന് തോന്നുന്നു മഹി. കാരണം ഇത്രയൊക്കെ കഷ്ടപ്പാടുകളുണ്ടായിട്ടും മഞ്ജുവിനെ ഉപേക്ഷിച്ച് പോകാതെ അവളെ ചേർത്ത് പിടിക്കാനല്ലേ സാഗർ നോക്കുന്നത്. അത് നമ്മൾ ഇനിയും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. പിന്നെ നമ്മളുടെ മുന്നിൽ കൈനീട്ടി അവർക്ക് വേണമെങ്കിൽ വരാമായിരുന്നു, അതും ഉണ്ടായില്ല. സാഗർ കട്ടിപ്പണികളൊക്കെ ചെയ്യുന്നത് താനും നേരിട്ട് കണ്ടതല്ലേ. പിന്നെ മേഘൻ ഇടപെട്ടല്ലേ മഞ്ജുവിൻ്റെ ജോലി ഇല്ലാതാക്കിയത്. അതിന് കൂട്ടുനിന്നത് ഉണ്ണിയും. ഉണ്ണിക്ക് അതിനുള്ള ശിക്ഷ നമ്മൾ കൊടുത്തേ മതിയാകൂ. അവനെയും നമ്മുടെ കമ്പനിയിൽ നിന്നും പുറത്താക്കണം. അങ്ങനെ ജോലി നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് അവനും മനസ്സിലാക്കി കൊടുക്കണം എന്നെല്ലാം കണ്ണൻ മഹിയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ണിക്കും മേഘനും സാഗറിനെയും മഞ്ജുവിനെയും ഉപദ്രവിക്കാൻ നോക്കി. ശരിക്കും തക്ക തിരിച്ചടി തന്നെയാണ് കണ്ണനും മഹാലക്ഷ്മിയും കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്